ഹലോ. ഇന്ന് എനിക്കെൻ്റെ ലേസർ ഹെയർ റിമൂവൽ സെഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. എനിക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ട്. കാരണം എനിക്ക് പിസിഒഡി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോവുകയാണ്. പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഫേസിൽ കയ്യിലൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് എനിക്ക്. ഈ ഒരു സംഭവം അതായത് ലേസർ ഹെയർ റിമൂവൽ എന്ന് പറയുന്ന സാധനം വലിയ ആൾക്കാർക്ക് കുറേ പേരിങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. കാരണം ഒരു 2, 3 അല്ല 2, 3 അല്ല ഒരു 5, 6 വർഷം മുന്നേയൊക്കെ ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് എന്തും എന്ത് വന്നാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറോണ ടൈമിൽ ഈ ലേസർ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാന് പോയിട്ട് ആദ്യമായിട്ടൊരു 2010 സമയത്ത് ഞാൻ ആദ്യം ഈ ഒരു സംഭവം ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കാരണം അവര് പറഞ്ഞത് ആദ്യം കാലിന് ചെയ്യണം, എന്നിട്ട് കൈക്ക് ചെയ്യണം, എന്നിട്ടേ ഫേസിന് ചെയ്യത്തുള്ളൂ. അതിന്റെ എഫക്ട്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ആ സമയത്തൊക്കെ എനിക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നില്ല. ഈ സാധനം എനിക്ക് ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് തുടങ്ങിയ സാധനമാണ്. അതായത് എനിക്കൊരു 12, 13 വയസ്സും ഉള്ളപ്പം മുതൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ നല്ല മീശയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കളിയാക്കുമായിരുന്നു. ആ സമയത്ത് മീശ മാധവൻ സിനിമ വന്ന സമയത്തൊക്കെ എന്നെ കളിയാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സംഭവത്തിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു അപകർഷതാ ബോധം ഇത് കാരണം ഉണ്ടായിരുന്നു. ഫേസ് ചെയ്യാൻ ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്നുപോയി. പിന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞു. എനിക്ക് ജോലി കിട്ടി. ആദ്യത്തെ എന്റെ ജോലിയിൽ കയറിയ സമയത്താണ് ഞാൻ ഈ ലേസറിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതും, അതിനെപ്പറ്റി അന്വേഷിക്കുന്നതും. അന്വേഷിച്ച സമയത്ത് ഇത് കോസ്റ്റ്ലി ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നിന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. പിന്നെയും ഞാന് ഈ ഡെയിലി എന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഡെയിലി ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ട് ഞാൻ ഡെയിലി ഈ നമ്മുടെ പ്ലക്കർ യൂസ് ചെയ്തിട്ട് നല്ല ട്വീസർ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുകയുണ്ടായിരുന്നു. അത് അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് എന്റെ ഇത്രയും ഭാഗത്ത് ഒരു നമ്മുടെ ഈ പഴയ ആൾക്കാർ പറഞ്ഞില്ലേ ഫ്രഞ്ച് ബിയേർഡ് ഒക്കെ പോലെ ഇത്രയും ഭാഗത്ത് ഒരു ഡാർക്ക് പാറ്റേൺ അവിടെ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു 2020 സമയത്ത് ഞാന് ഈ ലേസറിന്റെ കാര്യം എന്റെ വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു തുടങ്ങി എല്ലാരും. ലേസർ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്, ആരുടെടുത്തെങ്കിലും അന്വേഷിച്ച് നോക്കെന്നൊക്കെ. അപ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർനെറ്റിലൊക്കെ നന്നായിട്ട് എല്ലാം സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയമൊക്കെ അല്ലേ. ഈ 2015, 14 ആ കാലഘട്ടം മുതലാണല്ലോ. അപ്പോൾ 2020 ഒക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതില് പറയുന്നുണ്ടായിരുന്നു സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഇത് നല്ലതാണ്. നമ്മുടെ പിമ്പിൾസ് ഒക്കെ കുറയത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചില സെൻസിറ്റീവ് സ്കിന്നിന് ചിലപ്പോ ഒരു സൈഡ് എഫക്റ്റ് കാരണം ഒരു ബംപിനെസ്സോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകാം എന്നുണ്ടായിരുന്നു. സ്റ്റിൽ അപ്പോഴുണ്ടായിരുന്ന മറ്റൊരു സംഭവമായിരുന്നു. കൊറോണ സമയമാണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് എനിക്കൊരു ഓപ്ഷൻ കിട്ടിയത് സ്കിൻസി എന്ന് പറഞ്ഞിട്ട്. സ്കിൻസി ആ സമയത്ത് വളരെ ന്യൂ ആണ്. പുതിയതായിട്ട് അവർ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ലേസർ അറ്റ് ഹോം. ആ ലേസർ അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. വിളിച്ചു നോക്കിയപ്പോൾ ആ സമയത്ത് ഇപ്പോഴത്തെ പോലെ ആപ്പ് ഒന്നും ഇല്ല സ്കിൻസിക്ക്. സ്കിൻസിൽ ആ സമയത്തൊക്കെ കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലേഴ്സിനെ നമ്മൾ വിളിക്കുക. അവർ നമുക്കൊരു സ്ലോട്ട് ഷെഡ്യൂൾ ചെയ്യും. അവരുടെ സമയത്ത് അവർ വരും. അതിന് മുന്നേ പേയ്മെന്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. എല്ലാം ഒരു കോളിൽ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഉള്ള സംഭവമാണോ തട്ടിപ്പാണോ ഒരു പിടുത്തമില്ലാത്ത സംഭവമാണ്. എന്തേലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വിളിച്ചു നോക്കി. ഇത് 2020 തന്നെയാണ് കേട്ടോ. 2020 ഞാനത് വിളിച്ചു നോക്കിയപ്പോൾ അവര് പറഞ്ഞു 6 സെഷൻ ഉണ്ട്. 6 സെഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 18,000 ആകും എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരു സെഷന് ജസ്റ്റ് 3000 ഓക്കെ. അഫോർഡബിൾ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2010 ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് 55,000 രൂപാന്ന്. സ്കിൻസി അല്ല. ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരു ക്ലിനിക്കാണ്. അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് 55,000 രൂപ ആവുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇരുന്നത്. അതും അറ്റ് ഹോം സർവീസ് ആയതുകൊണ്ട് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു 6 സെഷന് 18 പറഞ്ഞു. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ എന്നാ പിന്നെ അത് ചെയ്യാമല്ലോ എന്നുള്ളൊരു സംഭവമായി. എന്നാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 18,000 പോവോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെയ്തു. കാരണം ഇത് ഞാൻ ആകെ ഫെഡ് അപ്പ് ആയിരുന്നു. കാരണം ഇതിങ്ങനെ ഫുൾ ഡാർക്ക് എല്ലാരും കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എന്റെ ഈ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്റെ ഈ ആഹ്, ഹെയർ ഗ്രോത്ത് ആയിരുന്നു. എല്ലാരും വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ അവര് പറയും, "ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ലേ?" ഇങ്ങനെ ഒരു സാധനം ചോദിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷമം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തു. ആദ്യത്തെ സെഷന് ഒരു കുട്ടി വന്നു.
വളരെ അവരുടെ ഭയങ്കര പ്രൊഫഷണലാണ് കേട്ടോ. അവരെ മെഷീനൊക്കെ കൊണ്ടുവരിക, അവർ ഫുള്ള് സാനിറ്റൈസ് ചെയ്യുക, അങ്ങനെ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് സംഭവം. അപ്പൊ തന്നെ എനിക്കൊരു സമാധാനമായി. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഒരു തമിഴ് കുട്ടിയായിരുന്നു. ആ കുട്ടി വന്നു. വന്നിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഗ്രോത്ത് ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞായിരുന്നു ഈ സെഷന് വരുന്നതിന് മുമ്പ് ഒരാഴ്ചയെങ്കിലും ഞാനിത് എടുക്കാണ്ട് ഇടണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ആൺകുട്ടികൾക്ക് വരുന്നത് പോലെ വരുന്നതുണ്ട്. അപ്പൊ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടത്താടി പോലെയൊക്കെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാഴ്ച എന്തായാലും കൊറോണ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് തുടങ്ങിയത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ആ കുട്ടി വന്നു. കുട്ടി കണ്ടിട്ട് പറഞ്ഞു നല്ല തിക്കാണ് എൻ്റെ ഹെയർസ് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് നല്ല പീച്ച് ഫസ് അല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല തിക്ക് ഹെയർസ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു നല്ല തിക്ക് ഹെയർ ആണ്. ഒരു കാര്യം ചെയ്യണം. ഞാൻ ഈ ഒരു സെഷൻ ചെയ്തിട്ട് പോയതിന് ശേഷം നിങ്ങൾ അങ്ങനെ എന്നെ വിട്ടേക്കുക. അടുത്ത സെഷൻ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾ വിട്ടേക്കണം. 1 മാസം വിട്ടേക്കുക. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് അതനുസരിച്ച് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനാന്ന് പറയും. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഇതിനെ ഭയങ്കര ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ആൾക്കാരും ഇല്ല എനിക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിറ്റേന്നായപ്പോഴേക്കും വീണ്ടും ഗ്രോത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ ഞാൻ എന്തിനാ ചെയ്തത്? വീണ്ടും ഗ്രോത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ പിന്നെ അങ്ങ് ഡിലേ ആവും, ഒരു വരത്തില്ല അല്ലെങ്കിൽ കുറയും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നന്നായിട്ട് പിറ്റേന്ന് നല്ല തിക്കായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ അവരെ ഇവിടെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് നോർമലാണ്. മാക്സിമം ചിലപ്പോൾ ഗ്രോത്ത് വരും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് ഈ 6 സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 മാസം കഴിഞ്ഞപ്പോൾ നല്ല താടിയായി. നല്ല താടിയായിട്ട് താടിയും മീശയൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ പറ്റുമെങ്കിൽ ഇടാം ട്ടോ. എന്നിട്ട് എനിക്കത് ഇപ്പോഴും ഷെയർ ചെയ്യാൻ ഭയങ്കര ഒരു മടിയുള്ള സാധനങ്ങളാണ്. നോക്കട്ടെ ഞാൻ പറ്റുമെങ്കിൽ അതിടാം. അപ്പോൾ അങ്ങനെ നല്ല താടിയൊക്കെ ആയി. താടിയൊക്കെ ആയപ്പോൾ പിറ്റേന്ന് അവർ വന്നപ്പോൾ ആ 1 മാസം കഴിഞ്ഞ് ആ കുട്ടി വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു ഡിഫറൻസ് ഉണ്ടോ? ഞാൻ വിചാരിച്ചു ഈശ്വരാ ഈ മൊത്തം കട്ടത്താടിയിൽ നിൽക്കുക. കഴിഞ്ഞ തവണത്തെക്കാട്ടും എനിക്ക് ഗ്രോത്ത് ഉണ്ട്. ഇവരെന്താ ഈ പറയുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അവര് പറഞ്ഞു അല്ല ഇവിടെ നിങ്ങൾക്ക് പാച്ചസ് വന്നു തുടങ്ങി. കാരണം ചില പാച്ചസ് കുറേശ്ശെ കുറേശ്ശെ സ്ഥലങ്ങളിൽ ഇല്ല സാധനം. അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ പാച്ചസ് വന്നു തുടങ്ങി. അതങ്ങനെയാണ്. ഇത് നോർമലാണ്. നന്നായിട്ട് നിങ്ങളുടെ സ്കിന്ന് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് പെട്ടെന്ന് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. എൻ്റെ ഹെയർ ഗ്രോത്ത് വളരെ കുറഞ്ഞു. കാരണം എനിക്ക് പിന്നെ ഡെയിലി റിമൂവ് ചെയ്യാന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. എനിക്ക് പിന്നെ ഹെയർ ഗ്രോത്ത് വരുന്നത് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഓരോ സെഷൻ കഴിഞ്ഞപ്പോഴും ഇപ്പോ ഞാൻ ചെയ്യുന്നത് ഫേസ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവരൊരു ഓഫർ വന്ന സമയത്ത് ഞാൻ ചെയ്തതാണ്. ഇത് അൺലിമിറ്റഡ് സെഷൻസ് ആണ്. 30,000 ആണ് ഞാൻ പേ ചെയ്തത്. ആ 30,000ൽ എനിക്ക് ലൈഫ് ലോങ് എനിക്ക് ലേസർ എൻ്റെ ഫേസിന് ചെയ്യാം. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് നല്ല ഹെയർ ഒരു ഇതിപ്പോ 2 മാസത്തെ ഹെയർ ഗ്രോത്ത് ആണ്. ഇതെന്റെ 2 മാസത്തെ ഗ്രോത്ത് ആണിത്. അപ്പൊ ഈ സാധനം ഇന്ന് ഞാന് കണ്ടോ? ഈ ഗ്രോത്ത് ഞാന് ഇന്ന് പോയിട്ട് വീണ്ടും റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ 2020 തുടങ്ങിയതാണ്. ഇപ്പൊ ഈ ഒരു ഇതിൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വർഷമായിട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെയാണല്ലോ. പക്ഷെ അത് അങ്ങനെയല്ല. എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, PCOD ഉണ്ട്, തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ നോർമലി എനിക്ക് ഇപ്പൊ ഇത് ഞാൻ എടുക്കാണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാണ്ടോ വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഇപ്പോ ഞാൻ ഇത്രയും കാലം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ തിക്നെസ് കുറവായിരിക്കും എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വിസിബിൾ അല്ല. നമ്മൾ ക്ലോസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മാസത്തെ ഗ്രോത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് നോർമലി ചിലർക്ക് ത്രെഡ് ചെയ്ത് കളയാറുണ്ട്. ചിലര് മറ്റേ ഷേവ് ചെയ്യുന്ന റേസർ വെച്ചിട്ട് ഡെർമപ്ലാനിങ് ചെയ്യാറുണ്ട്. ചിലര് വാക്സ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാറില്ല. കാരണം എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് ഇതിന് സൈഡ് എഫക്ട്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എനിക്ക് പിമ്പിൾസിന്റെ അളവൊക്കെ ഒരുപാട് കുറഞ്ഞു. എൻ്റെ ഈ ഭാഗത്തുള്ള പിഗ്മെന്റേഷൻ ഒരുപാട് കുറഞ്ഞു. കാരണം ആ ഒന്ന് എല്ലാവരും പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം ആർക്കും അറിയാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ സ്കിന്നിന്റെ ക്വാളിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ സൈഡ് എഫക്ട്സ് ഇല്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവം തുടങ്ങാം. കാരണം എല്ലാവരുടെയും ഓരോരുത്തരുടെ സ്കിന്നും ഓരോന്നാണല്ലോ. അപ്പൊ നമുക്കിപ്പോ ആദ്യമായിട്ട് അവിടെ പോയതിന് ശേഷം ഞാൻ അതിന്റെ ആഫ്റ്റർ റിസൾട്ട്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും. അത് മാത്രമല്ല ഇത് എത്ര ആഴ്ച കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞാൽ നെക്സ്റ്റ് എനിക്ക് 2 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ഇപ്പൊ ഞാൻ അറ്റ് ഹോം സർവീസ് അല്ല എടുക്കുന്നത്, ക്ലിനിക്കിൽ പോയിട്ടാണ് എടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, 2 മാസത്തിലൊരിക്കലായതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു പോയിട്ട് വരവ്, ഒരു യാത്ര അതിന്റെ കൂട്ടത്തിൽ അതങ്ങ് നടന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല 5%
നമുക്ക് ഡിസ്കൗണ്ടും ഉണ്ട് അറ്റ് ക്ലിനിക് ആണെങ്കിൽ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം പോകാൻ പറ്റിയില്ല, ഈ ആഴ്ച പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരെ വീട്ടിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എനിക്ക് ജസ്റ്റ് ₹1000 എന്തോ 1500 എന്തോ അവർക്ക് പേ ചെയ്താൽ മതി, അവർ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും. അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലേസർ ഹെയർ റിമൂവൽ ജേണി. അപ്പോൾ നമുക്ക് ബാക്കി പോയിട്ട് വന്നിട്ട് സംസാരിക്കാം. നെയ്യപ്പൊക്കെ ആണോ? എനിക്ക് ചായ മതി. കട്ട്ലറ്റ് വേണ്ട, എനിക്ക് ചായ മതി. കമഴ്ന്ന് കിടന്ന് തിന്നെ. ഒരുക്കുക സെഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ കുറച്ച് ചായയും കറിയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇപ്പൊ എന്തായാലും സെഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സെഷന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഹെയർസ് ഒന്നുമില്ല. അത് മാത്രമല്ല, ഷേവ് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ആ ഒരു ഹെയർസിന്റെ കുറ്റിയിരിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഫുൾ അതിന്റെ ക്ലീൻ ആയിട്ട് മൊത്തം റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ സെഷൻസിന്റെ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെഷൻ കഴിഞ്ഞ് അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു 6-7-8 ആഴ്ച വേണ്ടി വരും. ആ സമയത്ത് ഇടയ്ക്ക് ചിലർക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് വാക്സിൻ ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് ഷേവ് ചെയ്യാം അങ്ങനെയുള്ള സമയത്ത്. എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും ഈ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ളൊരു എഫക്റ്റ് കിട്ടത്തില്ല, ഫ്രൂട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് വാക്സിൻ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ വേറൊരെന്ന് വെച്ചാൽ, ഇത് ചിലർക്ക് ചെറിയ റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പൊടിയടിക്കാൻ പാടില്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യണം, പിന്നെ ഒരുപാട് വെയിലത്തിറങ്ങാൻ പാടില്ല ആദ്യത്തെ ഒരു 2 ദിവസത്തേക്ക്. ഞാൻ ഏകദേശം ഒരു 3 ദിവസം ഞാൻ അധികം വെയിലത്തും ഒന്നും ഇറങ്ങത്തില്ല, അധികം ചൂടിലൊന്നും നിൽക്കത്തില്ല. അതിനുശേഷം പിന്നെ ഐസ് വെക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. കുറച്ച് നമ്മൾ സ്കിന്നിനെ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഫസ്റ്റ് ഒരു 24 hours നമ്മൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. വെറും തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, അതാണ് ബെറ്റർ. പിന്നെ ഫുൾ ബോഡിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയും. ഒരു വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ദിവസത്തേക്ക് എന്നൊക്കെ പറയും, വേർക്കാണ്ട് ഇരിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് വീട്ടിൽ വന്ന് ചെയ്യുന്ന സമയത്ത് അവരുടെ ശരിക്കും അറിയത്തില്ല കേരളത്തില് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അറ്റ് ഹോം സർവീസ് എനിക്ക് തോന്നുന്നു അർബൻ ക്ലാപ്പിന്റെ ഏറ്റവും ഉണ്ടെന്ന് തോന്നുന്നു. സ്കിൻസിയുടെ സ്കിൻസി എന്താന്ന് വെച്ചാൽ, സ്കിൻസി ബാംഗ്ലൂര്, മുംബൈ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. കേരളത്തിൽ സ്കിൻസി ഇല്ല. അപ്പോ ഇത് എന്താ പറയുമ്പോ അവര് വീട്ടില് അവര് ആകെ ഡിമാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബെഡ്, പ്ലഗ് പോയിന്റ്, പിന്നെ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ, ഇപ്പൊ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, AC വേണമെന്നില്ല. പക്ഷെ ചൂടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വീട്ടിൽ AC ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പറയാൻ നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ആ ചൂടൊക്കെ കാരണമാണ്. വേറൊരു കാര്യം, ഇവരിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് അവർ ചെയ്യാം, ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവർ ഷേവ് ചെയ്യും, എന്നിട്ട് മാർക്ക് ചെയ്യും നമ്മുടെ ഭാഗത്ത് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവർ മാർക്ക് ചെയ്തിട്ട് ഷേവ് ചെയ്യും.
ഷേവ് ചെയ്തതിന് ശേഷം ഐസ് കൂളിംഗ് ജെല്ല് ഒരെണ്ണമുണ്ട്. ആ കൂളിംഗ് ജെല്ല് നന്നായിട്ട് തേക്കും. തേച്ചതിന് ശേഷമാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു നല്ല ഗ്രോത്ത് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രിക്കിംഗ് സെൻസേഷൻ തോന്നും. കാരണം നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുത്തുന്ന പോലെ, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ കയ്യിലിങ്ങനെ വലിച്ചു വിടുമ്പോൾ ഒരു ചെറിയൊരു ആ ഒരു ഇതുണ്ടല്ലോ വേദന, ചെറിയൊരു വേദന, ആ ഒരു വേദന തോന്നും. പിന്നെ ചൂട് ചെറുതായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ആ കൂളിംഗ് ജെല്ല് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചൂടധികം തോന്നത്തില്ല, കുറച്ച് തോന്നും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും. കാരണം പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിവുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ആവലാതിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ചെയ്തിരുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഇതൊക്കെ കുറച്ച് വരുന്നതേ ഉള്ളൂ, വലിയതായ രീതിയിൽ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ കേസ് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയറും, ഇതാണ് അതിന്റെ റിസൾട്ട്സും. അതിന് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പക്ഷെ എപ്പോഴും അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. അവരുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ തന്നെ പറയും നിങ്ങൾക്ക് എത്ര ഫ്രീക്വൻസിയിൽ എത്ര പാക്കേജ്, എങ്ങനത്തെ പാക്കേജ് എടുക്കണം എന്നൊക്കെ അവർ തന്നെ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വ്ളോഗായിട്ട് കാണാം. അടുത്ത ആഴ്ചയല്ല, അടുത്ത വ്ളോഗിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.